നിങ്ങൾ എൻ്റെ ചെരുപ്പ് കണ്ടോ? ഹേയ്, മറുപടി തന്നിട്ട് പോകൂ. നിങ്ങൾ എൻ്റെ ചെരുപ്പ് കണ്ടുവോന്ന്? ആരും അത് ശ്രദ്ധിച്ചില്ല. ആ വയസ്സന് വട്ടാണെന്നാണ് പലരുടെയും അഭിപ്രായം. അത് പിന്നെ ഇല്ലാതിരിക്കുമോ? കഴിഞ്ഞ 3 നാളുകളായി കാലത്തും വൈകുന്നേരവും അയാൾ ഈ ക്ഷേത്രമുറ്റത്ത് വന്ന് തൻ്റെ നഷ്ടപ്പെട്ടു പോയ ചെരുപ്പ് തിരയുന്നത്. കാഴ്ചക്കാരുടെ സംശയവും അഭിപ്രായവും സ്വാഭാവികമാണ്. കാര്യമറിഞ്ഞ് കരളലിഞ്ഞ പലരും പുതിയ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അയാൾക്കത് വേണ്ട. കഴിഞ്ഞ 1 വർഷമായി താൻ ഉപയോഗിക്കുന്ന പ്രത്യേകമായി തുന്നിച്ചുണ്ടാക്കിയ ലെതറിന്റെ ചെരുപ്പാണ് നഷ്ടപ്പെട്ടു പോയത്. 5 വർഷം വരെ അത് ഉപയോഗിക്കാം. അതുമാത്രമല്ല, തൻ്റെ 6 വിരലുകൾക്ക് വിരിഞ്ഞിരിക്കാനുള്ള ഇടം ആ ചെരുപ്പിലേ ഉള്ളൂ. പതിവിലും കൂടുതൽ സങ്കടത്തോടെ ക്ഷേത്ര കവാടത്തിന് മുന്നിൽ ഇന്നും അയാൾ എത്തിയിട്ടുണ്ട്. കാലുകളിൽ ആ ചെരുപ്പുകൾ ഉണ്ടാകുമ്പോൾ എന്തൊരുന്മേഷവും വേഗതയുമായിരുന്നു തൻ്റെ കാലുകൾക്കെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത ഒരു നഷ്ടബോധം അനുഭവപ്പെട്ടു. വിരലുകളിൽ 6ാമത്തവന്റെ തലയെടുപ്പ് ഒരെടുപ്പ് തന്നെയായിരുന്നു. നോക്കൂ, അതിപ്പോൾ അയാൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൽ നിന്ന് പുറത്തേക്ക് വീണിരിക്കുന്നു. നഷ്ടപ്പെടുത്തിയതല്ലല്ലോ. എന്താ ഈ മനുഷ്യരെല്ലാം മറ്റൊരാളുടെ പ്രാധാന്യങ്ങളെ ഇങ്ങനെ കവർന്നെടുക്കുന്നത്? പുറമേ നിസാരമാണെന്ന് തോന്നിയാലും എത്ര പ്രിയപ്പെട്ടതായിരിക്കും ഓരോ മനുഷ്യരും സൂക്ഷിച്ചു വെക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അവർ അപൂർണരാകുന്ന ഇഷ്ടങ്ങൾ. പിന്നെയും അയാൾ തനിയെ എന്തൊക്കെയോ പിറുപിറുത്തു. ഇവിടെ തന്നെയാണ് വെച്ചത്, ഈ തൂണിനോട് ചാരി അങ്ങനെ. എന്നിട്ട് പടികൾ കയറി അകത്തേക്ക് പോയി. തിരിച്ചു വന്ന് നോക്കുമ്പോൾ, ദൈവമേ, ഇനി എന്ന് തുന്നി ചേർത്തുണ്ടാക്കും ഒരു ചെരുപ്പ് എനിക്ക് ഞാൻ? അയാളെ ശ്രദ്ധിക്കുന്നവരോടെല്ലാം അയാൾ വീണ്ടും നീട്ടി വിളിച്ച് ചോദിച്ചു, ഹേയ്, നിങ്ങൾ എൻ്റെ ചെരുപ്പ് കണ്ടോ? മറുപടി തന്നിട്ട് പോകൂ. നിങ്ങൾ എൻ്റെ ചെരുപ്പ് കണ്ടോന്ന്? താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയണേ. അടുത്ത കഥയുമായി നമുക്ക് ഉടനെ കാണാം.